വെൽക്കം ടു CK മല്ലൂസ്. 25-21 എന്ന ഡ്രാമയുടെ 6ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്റെ സ്വപ്നങ്ങളെല്ലാം തല്ലിക്കെടുത്തിയെന്ന് കരുതിയ കാലം തന്നെ തനിക്കൊരു അവസരം കൊണ്ടു തന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഹീതു വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് എതിരെ ഒരു സൈക്കിൾ പാഞ്ഞു വന്നത്. അവൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയില്ലെങ്കിൽ ഉറപ്പായും ഇടിച്ചേനെ. നാഷണൽ ടീമിൽ മത്സരിക്കേണ്ടതാണ്, പരിക്ക് പറ്റാതെ ശ്രദ്ധിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഹീതു തന്നോട് തന്നെ പറയുന്നുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് ഇജിന്റെ താമസ സ്ഥലത്തിന് മുന്നിൽ നിന്ന് അവനെ ആരോ അന്വേഷിക്കുന്ന അവൾ കണ്ടത്. അവന്റെ അച്ഛൻ പണം കൊടുക്കാനുള്ള ആരെങ്കിലും ആയിരിക്കുമെന്ന് കരുതി ഹീതു മറിഞ്ഞു നിന്ന് അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുന്നു. ഹൗസ് ഓണർ ബുക്ക് ഷോപ്പിന്റെ അഡ്രസ് പറഞ്ഞു കൊടുക്കുന്ന കേട്ടപ്പോൾ ഹീതു സ്പീഡിൽ തിരിഞ്ഞോടി ഇജിന്റെ അടുത്തെത്തുന്നു. നിന്റെ കടക്കാരോ നിന്നെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, വേഗം പോയി ഒളിച്ചിരിക്കെ, കൗണ്ടർ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവൾ ഇജിനെ അകത്ത് കൊണ്ടിരുത്തിയിട്ട് കൗണ്ടറിലിരിക്കുന്നു. ഇജിനെ അന്വേഷിച്ച് വന്നത് അവന്റെ അച്ഛനായിരുന്നു. പക്ഷെ അതറിയാതെ ഇവിടെ മറ്റാരും വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവൾ അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നു. അയാൾ പോയി കഴിഞ്ഞപ്പോൾ ഇജിനോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ അവൾ പറയുന്നു. അവന്റെ ഒപ്പം വീട്ടിലേക്ക് നടക്കുമ്പോഴും എന്തോ മഹത്തരമായ കാര്യം ചെയ്തതുപോലെ അയാളെ പറഞ്ഞു വിട്ട കാര്യം ഹീതു പറയുന്നുണ്ട്. ഇജിന്റെ താമസ സ്ഥലത്ത് മുന്നിലെത്തിയപ്പോൾ അവൾ അവനെ ജ്യൂസ് കുടിക്കാൻ പോകാൻ ക്ഷണിച്ചെങ്കിലും ഇന്ന് നീ എന്നെ ആൾറെഡി സഹായിച്ചില്ലേ, അത് മതി എന്നവൻ പറയുന്നു. നാഷണൽ ടീമിലെ ക്വാളിഫിക്കേഷൻ ടെസ്റ്റിൽ പങ്കെടുക്കാൻ ഭാഗ്യം കൊണ്ട് അവസരം കിട്ടിയ വിവരം അവൾ അവനെ അറിയിക്കുന്നു. അവൻ കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട്. ഹീതു സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് നടക്കുന്നു. ഗേറ്റിനടുത്ത് തന്റെ പേർക്ക് ഒരു പേപ്പറിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്ന കണ്ട് ഇജിന്റെ അടുത്ത് വായിച്ചപ്പോഴാണ് അന്വേഷിച്ചു വന്ന അച്ഛനായിരുന്നു എന്നാണ് അറിയുന്നത്. സങ്കടം സഹിക്കാൻ വയ്യാതെ പേപ്പർ എന്തായിട്ട് അവൻ അച്ഛനെ അന്വേഷിച്ച് ഓടുന്നു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ഹീതു ഇജിൻ ഓടിപ്പോകുന്നത് കണ്ട് തിരിഞ്ഞു ചെന്നപ്പോഴേക്കും അവൻ കൺമുന്നിൽ നിന്ന് മറിഞ്ഞിരുന്നു. താഴെക്കെടുത്ത പേപ്പർ എടുത്ത് വായിച്ചപ്പോഴാണ് തന്റെ അതിബുദ്ധി കാരണം അച്ഛനും മകനും തമ്മിൽ കാണാൻ പറ്റിയില്ല എന്ന് അവൾ അറിഞ്ഞത്. അവളും വേഗം അദ്ദേഹത്തെ അന്വേഷിച്ച് ഓടാൻ തുടങ്ങുന്നു. ഇജിൻ ബസ് സ്റ്റേഷനിലേക്കായിരുന്നു പോയത്. സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട ഒരു ബസ്സിൽ അച്ഛൻ ഇരിക്കുന്ന കണ്ട് അവൻ ബസ്സിന് പുറകെ കുറെ ഓടിയെങ്കിലും നിരാശനാവേണ്ടി വരുന്നു. ആകെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് വണ്ടി കുറച്ച് മുന്നിലായി നിർത്തിയിട്ട് അച്ഛൻ അതിൽ നിന്ന് ഇറങ്ങി വന്നത്. ഇജിൻ അച്ഛൻ്റെ അടുത്തേക്ക് എന്ന് സംസാരിക്കുന്നുണ്ട്. അച്ഛനാണെന്നറിയാതെ ബുക്ക് സ്റ്റോറിൽ ഒളിച്ചിരുന്നതിന് അവൻ വിഷമത്തോടെ സോറി പറയുന്നു. നമ്മുടെ കുടുംബം വീണ്ടും ഞാൻ പഴയ പോലെ ഒരുമിച്ചാക്കുമെന്ന് അവൻ അച്ഛന് വാക്ക് കൊടുക്കുന്നുണ്ട്. അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടാണ് അവൻ യാത്രയാക്കിയത്. തിരികെ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഒരു സിഗ്നലിൽ ബസ് നിർത്തിയപ്പോൾ വഴിയിലൂടെ ആൾക്കൂട്ടത്തിൽ തിരിഞ്ഞുകൊണ്ടിരുന്ന ഹീതുവിനെ അവൻ കണ്ടത്. പെട്ടെന്ന് ബസ്സിൽ നിന്നിറങ്ങി അവൻ അവൾക്ക് പുറകെ ഓടുന്നു. ഹീതു അപ്പോഴേക്കും തളർന്നിരുന്നു. ഒരിടത്ത് കുനിഞ്ഞെന്ന് ശ്വാസം നേരെയാക്കി വീണ്ടും ഓടാൻ തുടങ്ങിയപ്പോൾ ചെരുപ്പ് പൊട്ടി അവൾ വീഴാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും ഇജിൻ അവിടെ എത്തി അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു. നിനക്കെന്തെങ്കിലും പരിക്ക് പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നിനക്കത് ഭ്രാന്ത് പിടിച്ചോ? നീ ഇവിടെ വരെ എത്തണമെങ്കിൽ എത്ര നേരമായി നീ ഓടുകയായിരിക്കും? ഓടാൻ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നിനക്ക് ഷൂ ഇടാമായിരുന്നില്ലേ? സ്ലിപ്പേഴ്സ് ഇട്ടുകൊണ്ടാണോ ഓടുന്നത് എന്നൊക്കെ ചോദിച്ച് ഇജിൻ അവളെ ശരിക്കും വഴക്ക് പറയുന്നു. ഇത് കരഞ്ഞുകൊണ്ട് സോറി പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല, ഞാൻ അച്ഛനെ കണ്ടു എന്നവൻ പറയുന്നു. അവൾക്ക് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. എനിക്ക് സമാധാനമായി എന്നവൾ ആശ്വാസത്തോടെ പറയുന്നു. ഇജിൻ അവളെ അവിടെ ഒരിടത്ത് ഇരുത്തിയിട്ട് വെള്ളം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നു. ആരെങ്കിലും ഒരാളെ അന്വേഷിച്ച് ഇത്ര ദൂരം ഓടുമോ? അല്ലെങ്കിലും എന്റെ അച്ഛൻ ഇവിടെ എങ്ങനെ കാണാനാണ് എന്ന് ഇജിൻ ചോദിച്ചപ്പോൾ നീ എവിടെ വെച്ചാണ് അദ്ദേഹത്തെ കണ്ടതെന്ന് അവൾ ചോദിക്കുന്നു. ബസ് സ്റ്റേഷനിൽ വെച്ചാണ് എന്നവൻ പറഞ്ഞപ്പോൾ തന്റെ മണ്ടത്തരം ഓർത്ത് നെടുവീർപ്പിട്ട് നീ ശരിക്കും ബുദ്ധിമാനാണ് എന്ന് എനിക്കിപ്പോൾ ഉറപ്പായി എന്നവൾ പറയുന്നു. നീ മണ്ടിയാണ് എന്ന് എനിക്കും ഉറപ്പായി എന്ന് അവനും പറയുന്നുണ്ട്. അവന്റെ അച്ഛൻ എഴുതിയ പേപ്പർ വഴിയിൽ നിന്ന് കിട്ടിയത് അവനെ തിരികെ ഏൽപ്പിച്ചിട്ട് ഞാൻ കാരണം നിനക്ക് അച്ഛനെ കാണാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ഞാനൊക്കെ വിഷമിച്ചു പോയി. എനിക്ക് നിന്നെ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നോർത്തപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഫുൾ ഹൗസ് വായിക്കാൻ എവിടെ പോകും? വേറെ ഷോപ്പ് കണ്ടുപിടിക്കേണ്ടത് എന്നവൾ പറയുന്നു. നീ 2 മണിക്കൂറായി ഓടുകയല്ലേ, നിനക്ക് എവിടെയെങ്കിലും പരിക്ക് പറ്റിയെന്നവൻ ചോദിച്ചപ്പോൾ പൊട്ടിയ ചെരുപ്പിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് 2 മണിക്കൂറായോ? ഞാൻ അറിഞ്ഞതേ ഇല്ല. ഈ പൊട്ടിയ ചെരുപ്പ് പൊട്ടി ഞാനങ്ങനെ വീട്ടിൽ പോകുമെന്ന് ഹീതു പറയുന്നു. പ്ലാസ്റ്റിക് കവർ വെച്ച് കെട്ടിക്കൊണ്ട് പോകാമെന്നായിരിക്കും നീ ചിന്തിക്കുന്നത്. വേറെന്തെങ്കിലും വഴിയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇജിൻ അവളുടെ മുന്നിലേക്ക് ഇരിക്കുന്നു. അവൻ്റെ തോളിൽ കയറിക്കോളാനാണ് എന്ന് കരുതി ഹീതു സന്തോഷത്തോടെ എഴുന്നേറ്റപ്പോഴാണ് ഇജിൻ അവളുടെ പൊട്ടിയ ചെരുപ്പും കൊണ്ട് എഴുന്നേറ്റത്. അവൾ ശരിക്കും ചമ്മുന്നുണ്ട്. ഇജിൻ ചെരുപ്പ് ബാഗിൽ വെച്ചോളാന്ന് പറഞ്ഞിട്ട് അവളുടെ തൻ്റെ കാലിന് പുറത്ത് വെച്ച് കെട്ടി അവളെ കൊണ്ട് നടക്കുന്നു. കുറച്ച് നടന്നപ്പോൾ തന്നെ ഹീതുവിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അവന് തന്നെ തോളിലെടുക്കാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നതാവും അവളെ ദേഷ്യം പിടിപ്പിച്ചത്. അന്ന് രാത്രി ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്തപ്പോൾ നീ ഇന്ന് വലിയ സന്തോഷത്തിലാണെന്ന് തോന്നല്ലോ എന്ന് ഫ്രണ്ട് ചോദിക്കുന്നു. നിനക്കെന്നെ വളരെ നന്നായി അറിയാമെന്ന് തോന്നല്ലോ. ഞാനിന്ന് ശരിക്കും സന്തോഷത്തിൽ തന്നെയാണ്. ഭാവിയിൽ നമ്മളെപ്പോഴെങ്കിലും തമ്മിൽ കാണുമോ, അതോ ഇപ്പോൾ തന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാകുമോ എന്നൊക്കെ ഹീതു ചോദിക്കുന്നു. അതിനൊരു സാധ്യതയുമില്ല, കണ്ടാൽ ഞാൻ നിന്നെ തിരിച്ചറിയാതിരിക്കില്ല എന്ന് ഫ്രണ്ട് പറഞ്ഞപ്പോൾ ശരിയാണെന്ന് ഹീതു സമ്മതിക്കുന്നു. അടുത്ത ദിവസം ഹീതു കോച്ചിനെ ചെന്ന് കണ്ട് രാവിലെയും വൈകുന്നേരവും വീക്കെൻഡിലുമൊക്കെയുള്ള ഫ്രീ ടൈമിൽ കൂടുതൽ ട്രെയിനിങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തനിച്ച് ചെയ്താൽ ഇമ്പ്രൂവ് ആകാൻ സാധ്യതയില്ല, അതുകൊണ്ട് കോച്ച് സഹായിക്കണമെന്ന് പറയുന്നു. ആദ്യം എതിർത്തെങ്കിലും അവരുടെ ലക്ഷ്യം 1ാം സ്ഥാനത്തെത്തി നാഷണൽ ടീമിൽ അംഗമാവുക എന്നതാണെന്ന് അറിഞ്ഞപ്പോൾ സഹായിക്കാമെന്ന് കോച്ച് സമ്മതിക്കുന്നു. ക്ലാസ് തുടങ്ങുന്നത് 9:30 ആയതിനാൽ രാവിലെ 6:30 മുതൽ ട്രെയിൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് ഹീതു പറഞ്ഞു. കൂടുതൽ സമയം കിടന്നുറങ്ങാമല്ലോ എന്ന് കരുതിയാണ് കോസ്റ്റ്ലി ആയിട്ട് ഞാൻ സ്കൂളിനടുത്തേക്ക് താമസം മാറ്റിയത്. എന്നിട്ടും 6 മണിക്ക് എഴുന്നേൽക്കണമെന്നാണോ നീ പറയുന്നത് എന്ന് കോച്ച് ചോദിക്കുന്നുണ്ട്. നിനക്ക് എൻ്റെ ട്രെയിനിങ് താങ്ങാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യാൻ തയ്യാറാണോ എന്ന് കോച്ച് ചോദിച്ചപ്പോൾ ഹീതു സന്തോഷത്തോടെ സമ്മതിക്കുന്നു. ട്രെയിനിങ്ങിന്റെ ഭാഗമായി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കോച്ച് ഹീതുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അവളുടെ വീടും സ്കൂളും തമ്മിൽ ഏകദേശം 1 മണിക്കൂറത്തെ യാത്രയുണ്ട് എന്ന് കോച്ച് ചോദിച്ചതിന് ശേഷം കയ്യിലും കാലിലും അരയിലുമായി 5 കിലോ 3 കിലോ 2 കിലോ എന്നിങ്ങനെ വെയിറ്റ് കെട്ടിവെച്ച് അതുമായി എല്ലാ ദിവസവും രാവിലെ നിന്റെ വീട്ടിൽ നിന്ന് ഇവിടം വരെ ഓടിയെത്തി എന്നെ വിളിച്ചുണർത്തണം. രണ്ടാമതായി ഫെൻസിങ്ങിലെ മൂവ്മെൻ്റായ ഫെൻസും
1000 തവണ ഒരു ദിവസം ചെയ്യണം. 300 അതിരാവിലെ, 300 ട്രെയിനിങ് ഇടയിൽ, ബാക്കി 400 രാത്രിയിൽ. മൂന്നാമതായി എല്ലാ വീക്കെൻഡിലും 2 കന്നാസുമായി അടുത്തുള്ള മലമുകളിലേക്ക് ഓടിക്കയറി അവിടെയുള്ള അരുവിയിൽ നിന്ന് വെള്ളം നിറച്ച് അതുമായി തിരിച്ചു വരണം. താഴേക്ക് ഇറങ്ങാൻ കുറേ സമയമെടുക്കും. അതുകൊണ്ട് ഓടി തന്നെ വരണം. പൈപ്പ് വെള്ളം കൊണ്ടുതന്നെ എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. ഞാൻ ആ വെള്ളം വർഷങ്ങളായി കുടിക്കുന്നതാണ്, എനിക്ക് നന്നായി അറിയാം എന്ന് കോച്ച് പറയുന്നുണ്ട്. അടുത്തായി ഞാൻ പറയുന്ന ഡാൻസിലെ സ്റ്റെപ്സ് കണ്ടു പഠിച്ച് എന്നെ അതുപോലെ ചെയ്ത് കാണിക്കണം. ഇത്രയൊക്കെയായിരുന്നു കോച്ചിൻ്റെ കണ്ടീഷൻസ്. ബാക്കിയൊന്നും ഹീതുവിനൊരു പ്രശ്നമേ അല്ലായിരുന്നു. പക്ഷേ ഡാൻസ് മാത്രം അവൾക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നതെന്ന് അസ്വസ്ഥതയോടെ ചിന്തിച്ചപ്പോഴാണ് കോച്ചിൻ്റെ അവസാനത്തെ കണ്ടീഷൻ അവൾക്ക് ഓർമ്മ വന്നത്. ഞാൻ ചെയ്യാൻ പറയുന്ന ഒരു കാര്യവും അത് എന്തിനാണെന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞാലും നിനക്ക് മനസ്സിലാക്കാൻ പോകുന്നില്ല, അതുകൊണ്ടാണെന്ന് കോച്ച് പറഞ്ഞിരുന്നു. ശരിയാണ്, പറഞ്ഞാലും എനിക്ക് മനസ്സിലാക്കാൻ പോകുന്നില്ല, എന്നോട് പറഞ്ഞ പോലെ ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ പ്രാക്ടീസ് തുടരുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ക്ലാസ് ടൈമിൽ കോച്ച് ഹീതുവിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്നത് കണ്ട് യൂറിമിനൊപ്പം ഇരിക്കായിരുന്ന ഒരു സീനിയർ സ്റ്റുഡൻറ്റ് കോച്ചിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. ഇത്ര കാലത്തിനിടെ ഒരിക്കൽ പോലും കോച്ച് നമ്മളെ ഇങ്ങനെ സഹായിച്ചിട്ടില്ല. അവൾ മത്സരത്തിന് ക്വാളിഫൈഡ് ആയതിൻ്റെ ഷോ ഓഫ് ആണ്. കണ്ടാൽ ടീം കോച്ചല്ല, പേഴ്സണൽ കോച്ചാണെന്നേ പറയൂ. നമ്മൾക്ക് വേണ്ടി മുമ്പൊരിക്കലും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നു. യൂറിൻ കോച്ചിനെ തനിച്ച് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് കോച്ചിനോട് ചോദിക്കുന്നു. ഹീതു എന്നോട് അപേക്ഷിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അവൾക്ക് മത്സരത്തിൽ ഒന്നാമത് എത്തണമെന്നുണ്ട്. ഒരു സ്റ്റുഡൻറ്റ് ആവശ്യപ്പെട്ടാൽ അവൾക്ക് ട്രെയിനിങ് നൽകേണ്ടത് കോച്ചിൻ്റെ കടമയാണ്. മാത്രമല്ല എനിക്കത് വളരെ സന്തോഷമുള്ള കാര്യവുമാണ്. പക്ഷെ നിങ്ങളിൽ ഒരാൾ പോലും എന്നോട് ഇതുവരെ സഹായം ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിച്ചാൽ നിങ്ങളുടെ അഭിമാനം എന്താ ഇടിഞ്ഞു താഴെ പോകുമോ എന്ന് ചോദിച്ച് കോച്ച് അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി യൂറിൻ ബാക്കിയുള്ള സ്റ്റുഡൻസിനൊപ്പം വീട്ടിൽ പോകാനെന്നാണ് പുറത്തിറങ്ങിയെങ്കിലും അവരെ ആദ്യമേ പറഞ്ഞു വെച്ചിട്ട് അവൾ തിരികെ അകത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഹീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവളും പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങുന്നു. കോച്ച് ഗെയിം കളിക്കാനായി അടുത്തുള്ള കഫേയിലേക്ക് ചെന്നിരുന്നപ്പോൾ അവിടെ ഒരു സീറ്റ് പോലും ഒഴിവില്ല എന്നറിഞ്ഞ് നിരാശയായി നിൽക്കുമ്പോഴാണ് തൻ്റെ ഒരു സ്റ്റുഡൻ്റ് അകത്തിരിക്കുന്നത് കോച്ച് കണ്ടത്. എനിക്കിപ്പോൾ സീറ്റ് കിട്ടുമെന്ന് കൗണ്ടറിൽ പറഞ്ഞിട്ട് അവർ സ്റ്റുഡൻറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. കോച്ചിനെ കണ്ട് അവൾ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. നിന്റെ ജൂനിയറായ സ്റ്റുഡൻസ് രാത്രിയായെന്ന് പോലും നോക്കാതെ നിന്ന് ട്രെയിനിങ് ചെയ്യുമ്പോൾ നീ ഇവിടെ നിന്ന് ഗെയിം കളിക്കുകയാണല്ലേ എന്ന് കോച്ച് ചോദിക്കുന്നു. ഞാനിപ്പോൾ തന്നെ പോവുകയാണ് കോച്ച് എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഓടുന്നു. മിഷൻ കംപ്ലീറ്റ് ആയ സന്തോഷത്തോടെ കോച്ച് ആ സീറ്റിലേക്ക് ഇരിക്കുന്നു. അവൾ ഓടിച്ചുവിട്ട സ്റ്റുഡൻറ്റ് തിരിച്ച് ട്രെയിനിങ് സ്ഥലത്തേക്ക് ചെന്നപ്പോൾ ഹീതുവും യൂറിമും അവിടെ നിന്ന് ട്രെയിനിങ് ചെയ്യുന്നത് കണ്ട് അവൾക്ക് ആകെ വട്ടാകുന്നു. എൻ്റെ പെർമിഷൻ ഇല്ലാതെ രാത്രി ട്രെയിനിങ് നടത്തരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ച് അവൾ തൻ്റെ വാള് വെച്ച് യൂറിമിൻ്റെ ദേഹത്ത് കുത്താൻ തുടങ്ങുന്നു. അവൾ പുതിയ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അവൾക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയില്ലെന്ന് വയ്ക്കാം. നിന്റെ പ്രശ്നം എന്താണ്? ഗോൾഡ് മെഡൽ കിട്ടിയത് കൊണ്ട് നിനക്ക് സീനിയേഴ്സിനോട് ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാതെയായോ എന്ന് ചോദിച്ചാൽ അവൾ യൂറിമിനെ വീണ്ടും വീണ്ടും കുത്തുകയാണ്. അപ്പോഴാണ് ഹീതു ആ വാളിൽ കയറി പിടിച്ചത്. അല്ലെങ്കിൽ അവളുടെ ശരീരം മുഴുവൻ മുറിവുകളാണ്, ഇത് നന്നായി വേദനിക്കുമെന്ന് ഹീതു പറയുന്നു. സീനിയർ വാൾ വലിച്ച് താഴെ കയറിയിട്ട് ഹീതുവിൻ്റെ നേർക്ക് തിരിയുന്നു. പക്ഷേ ഹീതു തോൽക്കാൻ തയ്യാറില്ലായിരുന്നു. ഞങ്ങൾ ട്രെയിനിങ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ഈ രാത്രിയിലും ഇവിടുന്ന് ട്രെയിൻ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് എത്രയേറെ ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അവൾ എതിർക്കുന്നു. സീനിയർ അവളെ അടിക്കാനായി കൈ ഉയർത്തിയപ്പോൾ യൂറിം ഇടയിലേക്ക് കയറി സോറി പറയുന്നു. എൻ്റെ തെറ്റാണ്, ഞാൻ അതിനെക്കുറിച്ച് ഓർക്കാതെ നിന്നു പോയതാണ്, ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞവൾ സോറി പറഞ്ഞപ്പോൾ നീ എന്താണ് സോറി പറയുന്നത് എന്ന് ഹീതു അവളോട് ചോദിക്കുന്നു. മിണ്ടാതിരിക്കാൻ യൂറിം അവളോട് പറയുന്നു. ഹീതു ആകെ വല്ലാതെയാകുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ തന്നെ പൊയ്ക്കോളാമെന്ന് യൂറിം സീനിയറിനോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ പോകണ്ട, ഈ തറ മുഴുവൻ വെട്ടിത്തിളങ്ങുന്നവരെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പോയാൽ മതി, അതും ആരോഗ്യത്തെ പറ്റിയ ട്രെയിനിങ് ആണ്. ഞാൻ രാവിലെ വന്ന് നോക്കും, ചെറിയൊരു പൊടി പോലും ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. നമ്മൾ സോറി പറയേണ്ട ആവശ്യം എന്താണെന്ന് ഹീതു യൂറിനോട് ചോദിച്ചെങ്കിലും മറുപടി പറയാൻ നിൽക്കാതെ അവൾ മുന്നോട്ട് പോകുന്നു. ഹീതു വാളുകൊണ്ട് അവളുടെ മുന്നിൽ കയറി തടഞ്ഞെങ്കിലും യൂറിം അത് തട്ടി ദൂരെ എറിഞ്ഞിട്ട് നീ ക്ഷമ ചോദിച്ചെങ്കിൽ ആ പ്രശ്നം അവിടെ തീർന്നേനെ, നീ എതിർത്ത് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രത്തോളം സംഭവിക്കുമായിരുന്നോ എന്ന് ചോദിച്ച് യൂറിം ദേഷ്യപ്പെടുന്നു. അതുകൊണ്ട് എന്താണ് പ്രയോജനം? ശരിക്കും ട്രെയിനിങ് ചെയ്യാൻ കഴിയില്ല. അവരുടെ മുന്നിൽ തല കുളിച്ചെന്ന് വട്ടം ചുറ്റേണ്ടി വരും. മത്സരങ്ങളിൽ പോലും അവർക്ക് മുന്നിൽ തോറ്റു കൊടുക്കേണ്ടി വരും. അതെങ്ങനെയാണ് ശരിയാകുന്നതെന്ന് ഹീതു ചോദിക്കുന്നു. നിന്നെപ്പോലെയുള്ള ആവറേജ് ഫെൻസേഴ്സിനോട് മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ, എന്നെപ്പോലെയുള്ളവർക്ക് അങ്ങനെയല്ല, എന്നെപ്പോലെയുള്ളവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്ന് യൂറിം അപ്പോൾ മറുപടി നൽകുന്നു. ആവറേജ് ഫെൻസേഴ്സ് അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും വായും പൂട്ടി മിണ്ടാതിരിക്കണമെന്നാണോ എന്ന് ഹീതു ചോദിച്ചപ്പോൾ ഞാൻ ഈ സ്ഥിതിയിലേക്ക് എത്താൻ അനുഭവിക്കേണ്ടി വന്നതൊന്നും നീ വില കുറച്ച് കാണരുതെന്ന് യൂറിം പറയുന്നു. ഹീതുവിനെ അവളുടെ മറുപടി വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ശരിയാണ്, ഒരു ഗോൾഡ് മെഡലിസ്റ്റിന് സഹിക്കേണ്ടി വരുന്ന അത്രയൊന്നും എന്നെപ്പോലെ ഒരു ആവറേജ് ഫെൻസേഴ്സിന് നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഓരോരുത്തരും സഹിക്കേണ്ടി വരുന്നതിൽ വ്യത്യാസമുണ്ട്. എനിക്ക് ഇന്നാണ് മനസ്സിലായത്. നിന്നെ ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും ആരാധിച്ചിരുന്നുവെന്നും നിനക്കറിയില്ല. ഇന്നു മുതൽ അത്രയും തന്നെ ഞാൻ നിന്നെ വെറുക്കാൻ തുടങ്ങിയാണ്. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നീ തനിച്ച് തറ വൃത്തിയാക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഹീതു അവിടെ നിന്ന് പോകുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിയിലെല്ലാം യൂറിൻ തന്നെയായിരുന്നു അവളുടെ മനസ്സിൽ. അവൾ ഇത്രമാത്രം തന്നെ വേദനിപ്പിക്കുമെന്ന് ഹീതു ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതിൻ്റെ ഷോപ്പിൽ ഫുൾ ഹൗസ് തിരികെ കൊടുത്തിട്ട് ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ അവൾ പോകാൻ തുടങ്ങുന്നു. അവളുടെ പതിവ് സ്വഭാവത്തിന് വിപരീതമായി സൈലന്റ് ആയിരിക്കുന്നത് കണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഇജിൻ ചോദിച്ചെങ്കിലും ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങുന്നു. ഞാൻ സാധനം വാങ്ങി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞവൻ ഒരു ജോഡി സ്ലിപ്പേഴ്സ് അവൾക്ക് നീട്ടിയിട്ട് ഞാൻ കാരണമല്ലേ നിന്റെ ചെരുപ്പ് പൊട്ടിയത്, അതിന് പകരമാണെന്ന് പറയുന്നു. ഇത് അപ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. നിനക്ക് എന്ത് പറ്റിയതാണ്? നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ഹാപ്പി ആയിരിക്കണമെന്ന് നീയല്ലേ പറഞ്ഞത്? അതിങ്ങനെ വൺ സൈഡ് ആണെങ്കിൽ വർക്കൗട്ട് ആക്കില്ല. എന്താണെന്ന് തുറന്നു പറയാൻ അവൻ പറഞ്ഞപ്പോൾ എങ്കിൽ ഇങ്ങോട്ടൊന്നും ചോദിക്കാതെ യൂറിമാണ് തെറ്റുകാരി എന്ന് എന്നോടത് പറയാമോ എന്നവൾ ചോദിക്കുന്നു. ഇതിന് പക്ഷേ നിശബ്ദനായിരിക്കുന്നതിനാൽ
നിനക്ക് പറ്റില്ലല്ലേ എന്ന് പറഞ്ഞ് ഹീതു പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഇനി അവളുടെ പുറകെ ഓടിച്ചെന്ന് ഇങ്ങനെയൊന്നും പറയാതെ പോകല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് എനിക്ക് ശരിക്കും നശിച്ച ദിവസമായിരുന്നു. നിനക്കൊന്നും പറയാൻ ഇത്ര ബുദ്ധിമുട്ടാണോ? നീ ഇങ്ങനെ പറഞ്ഞത് കാര്യം പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ലല്ലോ. ഞാൻ എപ്പോഴും നിന്റെ സൈഡിൽ നിൽക്കാറുള്ളതല്ലേ എന്ന് ഹീതു ചോദിക്കുന്നു. അവൾ പറഞ്ഞ പോലെ യൂറിൻ തെറ്റുകാരിയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടാൽ നിനക്ക് സമാധാനമാകുമോ? എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് ഇജിൻ പറയുന്നു. ഞാൻ എന്തുകൊണ്ടാണ് നല്ലൊരു ഫെൻസർ അല്ലാത്തത് എന്ന് എനിക്ക് മനസ്സിലായി. എതിരാളിയുമായുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് ഫെൻസിങ്ങിൽ വളരെ പ്രധാനമാണ്. ഞാനതിൽ തോറ്റുപോയി. യൂറിമിൽ നിന്നും നിന്നിൽ നിന്നും ഞാൻ കൂടുതൽ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അവൾ വേഗത്തിൽ നടന്നു പോകുന്നു. ജിൻ അവളോട് എന്ത് പറയണമെന്നറിയാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വീട്ടിലെത്തിയ ഹീതു യൂറിമിനെ കുറിച്ചുള്ള വാർത്തകൾ പത്രത്തിൽ വന്നപ്പോൾ അതെല്ലാം കീറി ഒട്ടിച്ചു വെച്ചിരുന്ന ബുക്കും ഭിത്തിയിൽ ഒട്ടിച്ചിരുന്ന അവളുടെ പത്രവാർത്തകളും ഫോട്ടോയും എല്ലാം എടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇടുന്നു. ഞാൻ ഇഷ്ടപ്പെടുന്നവരുമായി അകലം പാലിക്കുന്ന കാര്യത്തിൽ ഞാൻ തോറ്റുപോയി. എനിക്കിനി അവളെ ഇഷ്ടപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് ചാറ്റ് ഫ്രണ്ടിനോട് അവൾ പറയുന്നുണ്ട്. അവളാണ് തെറ്റുകാരി എന്ന് ഫ്രണ്ട് റിപ്ലൈ നൽകിയപ്പോൾ ഇന്ന് അങ്ങനെയൊന്ന് പറഞ്ഞു കേൾക്കാൻ ഞാൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നു. നീയെങ്കിലും അത് പറഞ്ഞല്ലോ. നിന്നോടുള്ള അകലം കൺട്രോൾ ചെയ്യുന്നതിൽ ഞാൻ വിജയിച്ചു എന്നാണ് തോന്നുന്നത് എന്ന് ഹീതു പറഞ്ഞപ്പോൾ നമുക്കിടയിൽ അങ്ങനെ ഒരു അകലമില്ല, അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നീ വിഷമിക്കേണ്ട, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും എന്ന് അവളുടെ ഫ്രണ്ട് റിപ്ലൈ നൽകുന്നു. ഇപ്പോൾ ആദ്യമായിട്ട് ഹീതുവിൻ്റെ ആ ചാറ്റ് ഫ്രണ്ടിനെ കാണിക്കുന്നുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല. ഹീതു ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അവളുടെ ഇപ്പോഴത്തെ ശത്രുവായ യൂറിം തന്നെയായിരുന്നു. അടുത്ത ദിവസം രാവിലെ സ്കൂളിൽ പോകാൻ ഇറങ്ങിയപ്പോൾ മുറ്റത്ത് കിടന്നിരുന്ന പത്രം ഇജിനോടുള്ള ദേഷ്യം കൊണ്ട് ഹീതു എടുത്ത് നോക്കാതെ പോകുന്നു. ഗേറ്റിന് വെളിയിൽ അവൻ ചെരുപ്പ് വെച്ചിരിക്കുന്നത് അവൾ കണ്ടെങ്കിലും അതെടുക്കാതെ അവൾ താഴേക്ക് ഇറങ്ങുന്നു. അന്ന് പ്രാക്ടീസിനിടയിൽ യൂറിമിനെ കണ്ടെങ്കിലും അവൾ മൈൻഡ് ചെയ്യാതെ പോകുന്നു. മോർണിംഗ് പ്രാക്ടീസ് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് നടന്നപ്പോൾ ബാഗിൽ വെച്ചിരുന്ന ഇജിൻ വാങ്ങിയ ചെരുപ്പ് അവൾ കാലിലിടുന്നുണ്ട്. ക്ലാസ്സിലെടുത്തിറങ്ങിയപ്പോൾ ജിവും ഹെഡ്ഫോണിൽ പാട്ട് കേട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് നടക്കുന്നുണ്ട്. നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയാമോ? എന്നെ കൂടി പഠിപ്പിക്കുമോ എന്ന് ചോദിച്ച് ഹീതു പുറകെ ചെല്ലുന്നുണ്ട്. ഞാൻ ഡാൻസ് ഇപ്പോൾ കളിക്കാറില്ല, മ്യൂസിക് ബാൻഡിലാണ് ഇപ്പോൾ. അവർ ഡാൻസ് കളിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറിപ്പോയപ്പോൾ നീ പറയുന്നത് എന്ത് ഞാൻ ചെയ്യാം, എന്നെ സഹായിക്കാൻ അവൾ വിളിച്ചു പറയുന്നത് കേട്ട് അവൻ നിൽക്കുന്നു. ജിവങ് അവളെ അവരുടെ ഒരു സീക്രട്ട് പ്ലേസിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. മെമ്പേഴ്സിന് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഡോർ തുറന്നത്. ആ മുറി കണ്ട് ഹീതു ശരിക്കും അമ്പരക്കുന്നുണ്ട്. അകത്ത് സെങ്വങ് എന്തോ കഴിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് എന്ന് ജിവങ് പറഞ്ഞപ്പോൾ ഈ സ്ഥലം ഏതാണ്? ടോപ്പ് സ്റ്റുഡൻസിന് മാത്രം വരാൻ പറ്റുന്ന സ്ഥലമാണോ? ടീച്ചേഴ്സിന് അറിയാമോ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. ആർക്കും അറിയില്ല, അവരറിയാനും പാടില്ല എന്ന് സെങ്വങ് പറഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ഇത് ക്ലീൻ ചെയ്യാനുള്ള ഡ്യൂട്ടി ഇവൾക്കാണ്. ഇവളാണ് ഇത് ഈ പരുവത്തിലാക്കിയത്. ടീച്ചർമാർ വിശ്വസിച്ച് ഇവളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് ഇങ്ങനെയാണ് എന്ന് അവർ അറിയുന്നുണ്ടോ എന്ന് ജിവങ് സെങ്വങ്ങിനെ കളിയാക്കാനായി പറയുന്നു. ഫെൻസറായി നീ എന്തിനാണ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് സെങ്വങ് ചോദിച്ചപ്പോൾ എനിക്കും അറിയില്ല, കോച്ച് എന്നോട് കളിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ന് ഹീതു പറയുന്നു. ഡാൻസ് പഠിക്കുന്ന പരമായി യൂറിന് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഡ്രിങ്ക് എന്നും അവളുടെ ലോക്കറിൽ വെക്കണം എന്ന തന്റെ ഡിമാൻഡ് ജിവങ് പറഞ്ഞപ്പോൾ എന്നും വെക്കണമെന്ന് ഹീതു ചോദിക്കുന്നു. അതിന് പറ്റില്ലെങ്കിൽ എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് അവൻ പറയുന്നതിനാൽ ആര് പറഞ്ഞു പറ്റില്ലെന്ന് ഞാൻ വെച്ചോളാം എന്ന് ഹീതു സമ്മതിക്കുന്നുണ്ട്. ഇതിന്റെ അനിയനെ കാണാൻ ആന്റിയുടെ വീട്ടിൽ പോകുന്നുണ്ട്. ഒരു ഇന്റർവ്യൂ ഉള്ളതിനാൽ അവൻ വേഗം പോകാൻ തുടങ്ങിയപ്പോൾ നാളെ വന്ന് നിന്റെ കാർ നിർത്തുകൊണ്ട് പോകാമോ? ഗ്യാരേജ് ഒന്ന് പെയിന്റ് ചെയ്യിക്കാനാണ്. കാറുള്ളപ്പോൾ പറ്റില്ലല്ലോ എന്ന് ആന്റി അവനോട് ചോദിക്കുന്നു. എന്റെ കാറോ? അത് ബാങ്കുകാർ കൊണ്ടുപോയില്ലെന്ന് ഇജിൻ ചോദിച്ചപ്പോൾ നിന്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി കണ്ടിരുന്നത് കൊണ്ടാവും. അതിനൊക്കെ മുമ്പേ വണ്ടി എൻ്റെ പേരിലേക്ക് മാറ്റിയിരുന്നു എന്ന് ആന്റി പറയുന്നു. നാളെ ഞാൻ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഇട്ട ഒരു കവർ അവൻ ആന്റിയെ നിർബന്ധിച്ച് പിടിച്ചേൽപ്പിക്കുന്നു. അവർ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കാണാൻ വേണ്ടി മനഃപൂർവ്വമല്ലേ ചേട്ടൻ എൻ്റെ മുന്നിൽ വെച്ച് അത് ആന്റിയെ ഏൽപ്പിച്ചത്. ചേട്ടൻ മിടുക്കനാണ്, രാഷ്ട്രീയം നന്നായി ചേരുമെന്ന് പറഞ്ഞ് ഹൈൻ അവനെ അഭിനന്ദിക്കുന്നുണ്ട്. ഒരു 15 വയസ്സുകാരൻ ഇത്രയൊക്കെ മനസ്സിലാക്കാറായോ എന്ന് ഇജിൻ ചോദിച്ചപ്പോൾ എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധി കൂടുതലാണ്, അതുകൊണ്ട് ചേട്ടൻ എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട എന്ന് അവൻ പറയുന്നുണ്ട്. ചേട്ടൻ കാർ നാളെ കൊണ്ടുപോയാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരില്ലേ എന്ന് ഹൈൻ ചോദിച്ചപ്പോൾ ഇതിപ്പോൾ എൻ്റേതല്ല, നിന്നെ ഇവിടെ നിർത്തി നോക്കുന്നതിന് പ്രത്യേകകാരമായിട്ടായിരിക്കും അച്ഛൻ അത് ആന്റിയുടെ പേർക്ക് എഴുതി വെച്ചത്. ഞാൻ കൊണ്ടുപോയിട്ട് ഇങ്ങ് തിരിച്ചു കൊണ്ടുവരും, നീ ഇപ്പോൾ അകത്തേക്ക് പോകും എന്ന് പറഞ്ഞ് അവനെ തള്ളി അകത്തേക്ക് വിട്ടിട്ട് ഇജിൻ പോകുന്നു. ഇന്റർവ്യൂവിന് ചോദിച്ച അവസാന ചോദ്യം 90കളിൽ ലോകത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ എന്തൊക്കെ മാറ്റം വന്നിട്ടും ഒരു മാറ്റവും ഇല്ലാതെയുള്ള ഒരു കാര്യം എന്താണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നായിരുന്നു. ഇജിന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രാവിറ്റി മാത്രമാണ് ഒരു മാറ്റവുമില്ലാതെ ഇപ്പോഴും തുടരുന്നത്. മറ്റൊന്നും എനിക്ക് വിശ്വാസമില്ലാന്ന് അവൻ പറയുന്നു. കോച്ച് ഹീതുവിനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ട് നീ ഡൈസോളിനെതിരായി പ്രവർത്തിച്ചോ? യൂറിം എന്നോട് പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുന്നു. യൂറിം തലേന്ന് രാത്രി തറ തുടച്ചുകൊണ്ടിരുന്നപ്പോൾ കോച്ച് അവിടെ ചെന്നിരുന്നു. കാരണം ചോദിച്ചപ്പോൾ യൂറിമിന് സത്യം പറയേണ്ടി വന്നു. സീനിയേഴ്സ് ഞങ്ങളെ രാത്രിയിൽ ട്രെയിനിങ് ചെയ്യാൻ സമ്മതിക്കാഞ്ഞത് ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല എന്ന് ഹീതു പറഞ്ഞപ്പോൾ അപ്പോൾ ഇനി നിന്റെ പ്ലാൻ എന്താണ്? നീ ഇനി രാത്രിയിൽ ട്രെയിൻ ചെയ്യുമ്പോൾ അവർ തടയാൻ വന്നാൽ അതിനെതിരെ നിനക്ക് പ്ലാൻ ബി ഉണ്ടോ എന്ന് കോച്ച് ചോദിക്കുന്നു. ഹീതു മറുപടി ഇല്ലാതെ നിന്നപ്പോൾ നീ ഇപ്പോൾ തന്നെ ഗെയിം തോറ്റു കഴിഞ്ഞു. നീ അടുത്ത തവണ എതിർക്കാൻ ശ്രമിക്കുമ്പോൾ നിന്നോട് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അവൾ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ നിനക്ക് ഇതുവരെ അതിനെക്കുറിച്ചൊരു ഐഡിയയും ഇല്ല എന്ന് കോച്ച് പറയുന്നു. രാത്രി ട്രെയിനിങ് ചെയ്യുന്നത് തെറ്റാണെന്ന് കോച്ചും കരുതുന്നുണ്ടോ എന്ന് ഹീതു ചോദിച്ചപ്പോൾ ഞാൻ അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടിയല്ല ഇത് ചോദിച്ചത്, ഞാൻ ഫെൻസിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ആദ്യം എന്നെ കാണാൻ വന്നത് മുതൽ ആലോചനയില്ലാതെയാണ് ഓരോന്നും പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും നിനക്കൊരു മാറ്റവുമില്ല, ഒരു പ്ലാനും ഇല്ലാതെ എടുത്തുചാടിയാണ് നീ ഓരോന്നും പ്രവർത്തിക്കുന്നത്. ഫെൻസിങ്ങും അങ്ങനെ തന്നെ ആയിരിക്കും നീ ചെയ്യാൻ പോകുന്നത്. ഫെൻസിങ് നീ കരുതുന്ന പോലെ വാളുകൊണ്ട് മാത്രമല്ല ചെയ്യേണ്ടത്, ബുദ്ധി ഉപയോഗിച്ചുകൂടി ചെയ്യേണ്ടതാണ്. ഗെയിം എങ്ങനെയായിരിക്കുമെന്ന് മുൻകൂട്ടി കാണാൻ കഴിയണം. നിനക്ക് ആ തന്ത്രപരമായ ചിന്തയില്ല എന്ന് കോച്ച് പറയുന്നു.
അതിന് ഞാനെന്ത് വേണം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എന്നെ പഠിപ്പിച്ചു തരുമോ എന്ന് ഹീതു ആകാംക്ഷയോടെ ചോദിക്കുന്നു. അങ്ങനത്തെ ട്രെയിനിങ് കഴിഞ്ഞു, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നീ തന്നെയാണ് കണ്ടെത്തേണ്ടത് എന്ന് പറഞ്ഞ് കോച്ച് പുറത്തേക്ക് പോകുന്നു. തന്ത്രപരമായി ചിന്തിക്കാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് ഹീതു തലയിൽ കൈവച്ച് നിൽക്കുന്നത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.